നമസ്കാരം ചേട്ടാ. ചേട്ടന്റെ പേരെന്താണ് ചേട്ടാ? എന്റെ പേര് രാജൻ. രാജൻ അല്ലേ? ഇവിടെ ചെമാപ്പള്ളി പാലത്തിന്റെ ഇവിടെ 1-ാം വാർഡിൽ അടുത്ത് തന്നെയാണ് അല്ലേ താമസിക്കുന്നത് അല്ലേ? എന്താ വീട്ടും പേരൊക്കെ എന്താണ് ചേട്ടാ? എന്റെ വീട്ടും പേര് കൂട്ടുമകൻ. കൂട്ടുമകൻ. ഓക്കെ. അപ്പൊ ചേട്ടന് ഇപ്പൊ എത്ര വയസ്സായിണ്ടാവും? എനിക്ക് ഒരു 66 വയസ്സുണ്ട്. കഴിയുന്നു. ശരി. അപ്പൊ പാലം വരുന്നതിന് മുമ്പൊക്കെ ചേട്ടന് നല്ല ഓർമ്മകൾ ഉണ്ടാവും അല്ലെ? കുട്ടിക്കാലൊക്കെ ഇവിടെ തന്നെയാണ് സുന്ദരമായിട്ട് ഓർമ്മയുണ്ട്. കുട്ടിക്കാലൊക്കെ ഇവിടെ തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത്. വളരെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, അച്ഛന്റെയും അവരച്ഛന്റെയും ഒക്കെ കുട്ടിക്കാലുണ്ട്. അപ്പൊ ചേട്ടന്റെ മുത്തച്ഛന്റെയും ഒക്കെ പറഞ്ഞു കേട്ടുള്ള അറിവുകളൊക്കെ ഉണ്ടായിരിക്കും ചേട്ടൻ്റെ കയ്യില് കുറെ കാര്യങ്ങള് അല്ലേ? അവരെ കാലഘട്ടത്തില് ഈ കടവ് എങ്ങനെയായിരുന്നു? കടവ് നല്ല സൂപ്പർ കച്ചവടം, നല്ല കച്ചവടങ്ങളും എല്ലാരുമായിട്ട് സഹകരണമുള്ള ഒരു ഇതായിരുന്നു. എന്ത് കച്ചവടം ഉണ്ടായിരുന്നു ചേട്ടന്റെ ചെറുപ്പകാലഘട്ടത്തിൽ? പലർക്ക് അല്ലെ? ചകിരി, നാളികേരം. പിന്നെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊച്ചിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. കൊച്ചിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഭാഗത്ത് ഈ സപ്ലൈ ചെയ്യും. കണ്ടശങ്ങാടി ഏറ്റവും വലിയ കച്ചവടം കണ്ടശങ്ങളാണ്. ഇവിടേക്കാർക്കുള്ള ഇവിടെ ഇറക്കും കണ്ടശങ്ങ. അത് കഴിഞ്ഞ് പക്ഷെ അന്ന് ലോറിയില്ല. അത് ശരി. അന്ന് ലോറിയില്ല. എത്ര പേര് പാലൊക്കെ ഉണ്ടായിരുന്നു അന്ന്? പാലം പോന്നിട്ട് 60 കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. പേരെ പാലൊക്കെ ഉണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഒരു 6-7 വയസ്സുള്ള സമയത്താണ് പാൽമണി നടക്കുന്നത്. അത് ശരി. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ചാലക്കുടി പാലം പണിയുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ 6ാം ക്ലാസ്സിലാണ്. ചാലക്കുടി പാലം പഠിച്ചിരുന്നത് 6ാം ക്ലാസ്സില്. 6ാം ക്ലാസ് ഞാൻ CMS തൃശ്ശൂരായിരുന്നു അല്ലേ? അന്ന് കൊണ്ടുവന്ന ഒരു ബസ്സുള്ളൂ. അവിടെ പോയിരുന്ന പഠിച്ചിരുന്നത്? അവിടുന്ന് പഠിക്കുന്നുണ്ട്. ഏത് ബസ്? KK മേനോനാണോ ചേട്ടാ? വളരെ വേഗം ചെമ്മാപ്പള്ളി കടയിൽ വന്നിരിക്കും അല്ലേ? ഇവിടെ തിരിക്കല്ലേ? അപ്പൊ ചേട്ടന്റെ ചെറുപ്പകാലത്തും കൊച്ചിന്നാണ് സ്ഥാനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത്? കൊച്ചിന്നാണ് വരിക. ഇവിടേക്കുള്ളതും കണ്ടച്ചോട്ട് മെയിൻ മാർക്കറ്റിലേക്ക് വരുന്നത് ബോട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ വഞ്ചി, പായ്വഞ്ചിയിൽ ഇവിടേക്ക് വരും. ഇവിടെ ഒന്നിറക്കും, കണ്ടച്ചോണ്ട ഇറക്കും. മെയിൻ കച്ചവടം പയ്യന്നൂര് പറഞ്ഞ അവിടെ പാലക്കാട് ആസ്പത്രി കിഴക്കേ ഭാഗം പയ്യന്നൂര്. അവിടെയാണ് ഗവൺമെന്റ് ഗോഡൌൺ. ഗവൺമെന്റ് ഗോഡൌൺ ഇപ്പോഴാണ് നിക്കാണ്. അപ്പൊ സാധനങ്ങള് ഗവൺമെന്റ് ഗോഡൌൺ ഇല്ലാന്നുണ്ടും അവർ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ഗോഡൌൺ അവിടെ നിൽക്കുക. അപ്പൊ ജലഗതാഗതം ഉണ്ടായിരുന്നല്ലേ ചേട്ടാ? ഉണ്ടായിരുന്നു. സുഖമായിരുന്നു. ഇതിപ്പോ അന്ന് നാളികേരൊക്കെ ഇവിടുന്ന് ഇഷ്ടം പോലെ കയറ്റി അയക്കായിരുന്നോ? ഇഷ്ടം പോലെ. അന്ന് അല്ല, അതിലേറെ സൗകര്യം വന്നുവെച്ചാൽ കുട്ടികൾക്ക് അങ്ങോട്ടും പോകാൻ കടത്തുവഞ്ചിന്റെ ഇഷ്ടം പോലെ കടത്തുവഞ്ചി പഞ്ചായത്തിന്റെ വഴിയുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ കടത്തുവഞ്ചിക്ക് പൈസ കൊടുക്കണോ? അന്ന് ഒരു 5 പൈസ. 5 പൈസ കൊടുത്താൽ മതി. 5 പൈസ കൊടുത്താൽ മതി കടത്തുവഞ്ചി. കോളേജിലേക്ക് അങ്ങോട്ട് പോകാൻ സ്കൂൾ കുട്ടികൾക്ക് ഇല്ല. നമ്മളും ഒരു 5 പൈസ, 10 പൈസ അത്രയുള്ള അന്ന്. സന്തോഷമുള്ള സന്തോഷമുള്ള സമയമൊക്കെ രസമുള്ള സമയാ. പിന്നെ ഇതൊക്കെ വന്നതിന് ശേഷമാണ് കച്ചവട സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി അല്ലേ ചേട്ടാ? അല്ല, കച്ചവടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ചേട്ടന്റെ മുത്തച്ഛന്മാര് പറഞ്ഞ കേട്ടിട്ട് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുകൾ ഓർമ്മയിലുണ്ടാ ചേട്ടന്? അല്ല, അങ്ങനെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള? ഞങ്ങൾക്ക് ഒന്നമ്മാട് ഈ ഭാഗമാണ്. ശരി. ഇതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പോണെങ്കിൽ അവര് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരും. ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് അയലോക്കം അങ്ങോട്ട് ഇത് വന്നു. ഇതിന്റെ കടുത്ത സാധനങ്ങൾ വന്നു. കടുത്ത സാധനങ്ങൾ വന്നു ഇവിടെ ഇറക്കി, കണ്ണശങ്കട ഇറക്കി, പയ്യന്നൂര് വരപ്പട ആസ്പത്രി ഭാഗം. അപ്പൊ കണ്ടശങ്കടമാണ് ലാസ്റ്റ് സ്റ്റോപ്പ് അല്ലേ? കണ്ടശങ്കട മെയിൻ മാർക്കറ്റ്. ഇപ്പോഴും തൃശ്ശൂരിന്റെ മെയിൻ മാർക്കറ്റ് ഇപ്പോഴും കണ്ടശങ്കട. അങ്ങനെയുണ്ട്. പച്ചക്കറി, ഇറച്ചി, മെയിൻ മാർക്കറ്റ് തൃശ്ശൂരിന്റെ ഇപ്പോഴും കണ്ടശങ്കട. അപ്പൊ ഇത് നമ്മള് ഈ ഇതുമായി ബന്ധപ്പെട്ട ഇതൊന്ന് വീഡിയോയില് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണ്ട ചേട്ടാ? കുഴപ്പമൊന്നുമില്ലല്ലോ? അത് കുഴപ്പമില്ല.